രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം നേമം സ്വദേശി രാജേഷിന് വിട നൽകാൻ നാട്. വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. സനിസയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, ഈ ദുരിതകാലത്ത് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു രാജേഷിന്റെ മരണം എന്നുള്ളത്. ഒരാളുടെ ജീവൻ രക്ഷിച്ച് തിരികെ പോരുന്നതിനിടയിലാണ് അദ്ദേഹം അപകടത്തിൽപ്പെടുന്നത് എന്നുള്ളതാണ്. എന്താണ് അവിടെ സംസ്കാരം ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? പൊതുദർശനം പുരോഗമിക്കുകയാണ് ശ്യാമിലി. വളരെ കരളടിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ. മുറ്റത്ത് മൃതശരീരം വെക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഈ ഹോസ്പിറ്റലിന്റെ ഇവിടെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്. അതിന്റെ വളപ്പിലാണ് ഈ പൊതുദർശനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ മന്ത്രി സണ്ണി ജോസഫ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. വൻ ജനാവലിയാണ് രാജേഷിന് ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയും ഈ നേമത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ 5ാമത്തെ ദിവസമാണിത് രാജേഷ് വീട്ടിലേക്ക് എത്തുന്നത്. 4 ദിവസത്തെ തിരച്ചിൽ, അതിനുശേഷം പ്രതീക്ഷകളൊക്കെ മങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടുകയായിരുന്നു. നമുക്കറിയാം, ദുരന്ത നിവാരണത്തിന് വേണ്ടി പോയതാണ്, രക്ഷാപ്രവർത്തകനായിട്ട് പോയതാണ്. ബെന്നി എന്ന് പറയുന്ന ആ കർഷകന്റെ ദുരിതത്തിൽ കഴുത്തറ്റം വെള്ളം മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ച അവസാനത്തെ കൈയാണ് രാജേഷിന്റെ. ലൈഫ് ജാക്കറ്റ് അടക്കം ഊരി നൽകി മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നു. അതിനുശേഷം രാജേഷിനെ കാണാതാകുന്നു. 4 ദിവസത്തെ തിരച്ചിൽ. ഉൾവനത്തിൽ എവിടെയെങ്കിലും രാജേഷ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം. പക്ഷേ എല്ലാ പ്രതീക്ഷയും മങ്ങി. ഇന്നലെ തേജസ്വിനി നദിയുടെ അവിടെ നിന്നും രാജേഷിന്റെ മൃതദേഹം ലഭിക്കുകയായിരുന്നു. അതോടുകൂടി തന്നെ ഈ പ്രതീക്ഷകൾ മങ്ങി. ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. എല്ലാ തരത്തിലുമുള്ള ബഹുമതികളോടും കൂടിയായിട്ട് കേരളം ഔദ്യോഗിക ബഹുമതികളോടെയാണ് രാജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ശബരി ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്.